നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തീരുന്നതിന് മുമ്പ് ബാഴ്സലോണക്ക് 3 നീക്കങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. 3 കാര്യങ്ങൾക്കാണ് അവരിപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒന്ന്, ഒരു വേൾഡ് ക്ലാസ് നമ്പർ 9 വേണം. അതില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാൽ ആൻ്റണി ഗോർഡൻ കളിക്കുമല്ലോ, അടയേബി കളിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ പകരം വെക്കൽ മാത്രമേ ആവുകയുള്ളൂ. ഒരു വേൾഡ് ക്ലാസ് നമ്പർ 9 ഇല്ലാതെ കിരീടങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ദുഷ്കരമായിരിക്കും എന്ന് ഹൻസി ഫ്ലിക്കിന് കൃത്യമായ ബോധ്യമുണ്ട്. റോബർട്ട് ലെവൻഡോസ്കിയും ഫെറാൻ ടോറസും പോയ സ്ഥിതിക്ക് ആര് എന്നുള്ളതാണ് ചോദ്യം. ഹുലിൻ അൽവാരസിന് തന്നെയാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ആ മൂവ് വല്ലാതെ കോംപ്ലിക്കേറ്റഡായി കിടക്കുന്നു. ഇനി അതല്ലെങ്കിൽ ആര് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ലൂയിസ് സുവാരസിനായിട്ട്, അതായത് ഇപ്പോൾ കൊളംബിയൻ താരം ലൂയിസ് സുവാരസ്, നിലവിൽ പോർച്ചുഗീസ് ലീഗിൽ കളിക്കുന്ന ലൂയിസ് സുവാരസിനായിട്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ഫബ്രിസിയോ അടക്കം പുറത്തുവിട്ടിരുന്നു. പക്ഷേ പോർച്ചുഗീസ് ക്ലബ്ബ് താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു നമ്പർ 9 കിട്ടിയേ പറ്റൂ. അതാണ് ബാഴ്സയുടെ നിലവിലെ ഒരവസ്ഥ. ട്രാൻസ്ഫർ ജാലകം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അതിനാണ് അവർ ശ്രമിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, റോഡ്രി ഫോർ മിഡ്ഫീൽഡ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുന്നു. റോഡ്രിയെ എങ്ങനെയും എത്തിച്ചേ പറ്റൂ. നിലവിലൊരു സാഹചര്യത്തിൽ റോഡ്രിക്കായിട്ട് നെഗോസിയേഷൻസ് പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അത് കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. സോ ബാഴ്സയുടെ രണ്ടാമത്തെ ലക്ഷ്യം റോഡ്രി ഫോർ ദി മിഡ്ഫീൽഡ്. മൂന്നാമത്തെ കാര്യം, ഒരു പുതിയ സെൻറ്റർ ബാക്ക്. ഒരു സെൻറ്റർ ബാക്കിനെ കൂടി എത്തിക്കേണ്ടതുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടറിയണം. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ഹൂലിയനും ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നിൽപ്പാണ്. അതിലും തീരുമാനമാവേണ്ടതുണ്ട്. കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഈ 3 കാര്യങ്ങളിൽ എന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.